ദുബായ് ഷട്ടിലേഴ്സ് ഓർഗനൈസേഷൻ ഈ വർഷത്തെ ഷട്ടിൽ ടൂർണമെന്റ് നടത്താനൊരുങ്ങുന്നതായി ഭാരവാഹികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 19, 20, 21 തീയതികളിലായി എത്തിസലാത്ത് അക്കാദമിയിൽ വെച്ചാണ് ഷട്ടിൽ ടൂർണമെന്റ് നടക്കുക. ടൂർണമെന്റിനെക്കുറിച്ച് ദുബായ് ഷട്ടിലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സായ് ഗണേഷ് പറയുന്നു. ഞങ്ങളുടെ ഒരു ടൂർണമെൻറ്റ് ഇയർലി ടൂർണമെൻറ്റ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഇയർലി ടൂർണമെൻറ്റ് ഈ മാസം 19, 20, 21 നടക്കുന്നത്. മെയിൻലി ഡബിൾസ് ടൂർണമെൻറ്റാണ് ഞങ്ങൾ ഇപ്രാവശ്യം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കിഡ്സ് ടൂർണമെൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഫോർ children who are below 14 years, and then we have a men's category. അതിൽ തന്നെ ഞങ്ങൾ 3 ആയിട്ട് ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, A, B, C. കാരണം എല്ലാ വർഷമുള്ള ടൂർണമെൻറ്റിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് എപ്പോഴും വിന്നേഴ്സ് ആവുന്നത്. 100ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ഷട്ടിലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് മനോജ് ഖാൻ പറഞ്ഞു. ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസങ്ങളിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബുധനാഴ്ച ഞങ്ങൾ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 11:30ക്ക് ക്ലോസ് ചെയ്യും. അതേപോലെ തന്നെ വ്യാഴാഴ്ചയും 7 to 11 ആണ് ഞങ്ങളുടെ പ്ലാനിങ്. സോ ഫ്രൈഡേ ഞങ്ങൾ മോർണിംഗ് 8 o'clock to 10 o'clock. 10 will be grand finale up to 10. ഇത്തിസലാത്ത് അക്കാദമിയുടെ സഹകരണത്തോടെയാണ് ടൂർണമെന്റ് നടത്തുന്നത്. സംഘടനയുടെ രൂപീകരണത്തെക്കുറിച്ച് വേണുഗോപാൽ പറയുന്നു. പിന്നെ ഒരു ജനറൽ ബോഡിമാരി വിളിച്ചു കൂട്ടി, അങ്ങനെ എന്നിട്ട് ഇതിനൊരു കോമൺ ആയിട്ടൊരു പേര് വേണം. അപ്പോൾ എല്ലാവരും ഷട്ടിൽ കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നാൽ ശരി, ദുബായ് ഷട്ടിലേഴ്സ് എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി അത് യുനാനിമസ് ആയിട്ട് എഗ്രി ചെയ്തൊരു പേരാണ്. അങ്ങനെയാണിത് 2012 ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇത്തിസലാത്ത് അക്കാദമി സെയിൽസ് ഡയറക്ടർ സാലം സയ്യിദ് ഷർഹാൻ അൽ നയിമി, തോമസ്, ഹർഷാദ് തുടങ്ങിയവരും പങ്കെടുത്തു. ജീവൻ ന്യൂസ്, ദുബായ്.